ഞാൻ മസൂർ ദാലും പപ്പായയും കൂടെ ഒരു പുളിങ്കറി വെക്കുന്ന വീഡിയോ കാണിച്ചു തരാവേ. ആദ്യം പപ്പായയുടെ മൂക്ക് ചെത്തിക്കളയുക. മൂക്കെന്ന് പറഞ്ഞാൽ ഞെട്ട് ഭാഗം ചെത്തിക്കളയുക. ചെത്തിക്കളഞ്ഞിട്ട് പപ്പായ നമുക്ക് ആവശ്യമുള്ളത്രയും പപ്പായ ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക. എനിക്ക് കുറച്ച് മതി. പുളിങ്കറിക്കൊന്നും വലിയ ചിലവില്ല, അതുകൊണ്ട് കുറച്ച് പപ്പായ ഞാൻ ഇതിൽ നിന്ന് ചെത്തിയെടുക്കുവാണ്, മുറിച്ചെടുക്കുക. ഈ ഒരു പീസ് പപ്പായ മതി, ബാക്കി അങ്ങ് വെച്ചേക്കാം. ഇതും മസൂർ ദാലും കൂടെ ഒരു പുളിങ്കറി വെക്കുന്ന വീഡിയോ ഞാൻ മസൂർ ദാൽ ഒരു 2 പിടി ഇല്ല, എൻ്റെ കൈക്ക് ഒരു 1.5 പിടി മസൂർ ദാൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആ എടുത്ത പപ്പായ ഉണ്ടല്ലോ, ആ പപ്പായ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്, തൊലി ചെത്തി. അതും ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ചെറിയ തക്കാളിയാണ്, അത് കൊണ്ട് ഒരു 2 എണ്ണം, വലുതാണേ 1 എടുത്താൽ മതി. അതും ഇട്ട്, പിന്നെ ഒരു 5-6 ചുമന്നുള്ളി, വലിപ്പമുള്ള ചുമന്നുള്ളി ആയിരുന്നു, അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ട് ഇടാം. ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അല്പം ഉപ്പും ഇട്ട് ഇത് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മസൂർ ദാലും പപ്പായ, ചുവന്നുള്ളി, തക്കാളി എല്ലാം കൂടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിലിന് വെന്തതാണ്. മസൂർ ദാലിന് അധികം വേവില്ല, അതുകൊണ്ടാണ് ഈ ഒറ്റ വിസിലിന് അത് വെന്ത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒരു അടുപ്പത്ത് ഞാനൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. തേങ്ങ അരയ്ക്കാതുള്ള പുളിങ്കറിയാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് മൂപ്പിക്കാം. ഈ പൊടിയൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇത് കണ്ട സാമ്പാർ പൊടിയാണിത്. ഇതെൻ്റെ കൊച്ചുമ്മ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന സാമ്പാർ പൊടിയാണ്. ഇങ്ങനെ 100 ഗ്രാം പാക്കറ്റുകളിലാക്കി കൊച്ചുമ്മ കൊടുക്കാറുണ്ട് സാമ്പാർ പൊടി. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ്. കൊച്ചുമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച സാമ്പാർ പൊടിയായത്. ഇത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ചൂടാക്കുക. ഇപ്പോൾ ചൂടായി മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും തന്നെ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പരിപ്പ്, പപ്പായ, ചുമന്നുള്ളി, തക്കാളി കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പിട്ടാണ് വേവിച്ചത്, എന്നാലും ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. വേണ്ട, നല്ല കുറുകിയ ഒരു പുളിങ്കറിയാണ്. അതിനാണ് ഈ പരിപ്പ് ചേർക്കുന്നത്, കുറുകി കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ വെള്ളം പോലെ നീണ്ട് കിടക്കും. ഇതിന് പാകത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാനിനി ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത്, ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ, അതൊന്ന് ഞെവിടിയെടുക്കുക. കുതിർന്നിട്ടുണ്ട്, നല്ലോണം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞെവിടി എടുത്തിട്ട് ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കുക.
അപ്പോൾ ഈ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ. കാരണം പുളി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് കുറഞ്ഞ പോലെ തോന്നും. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇതിലോട്ട് ചേർക്കുവാണ്. എന്നിട്ടിത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അതേ നമ്മുടെ പുളിങ്കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഞാനങ്ങ് ഓഫ് ചെയ്യുവാണ്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇത് കണ്ടോ ഒരു ചെറിയ ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കഴിയുമ്പോൾ ഇച്ചിരി അകലം പാലിക്കുന്നത് നന്നായിരിക്കും. കടുക് തെറിച്ചല്ലെങ്കിൽ നമ്മുടെ മുഖത്തും കയ്യിലും എല്ലാം വീഴാൻ ചാൻസ് ഉണ്ട്. കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. അതിന് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആ ചൂടി കിടന്ന് മൊരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുളിങ്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കറിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മീനൊന്നും കിട്ടാത്ത സമയത്താണെങ്കിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയായത്. നല്ല ടേസ്റ്റുമായി കറിക്ക്. സാമ്പാർ പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സാമ്പാർ പൊടി ചേർക്കണ്ട. ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം എനിക്ക് സാമ്പാർ പൊടി ചേർക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പാർ പൊടി ചേർത്തത്. പിന്നെ ഇത് തേങ്ങ അരച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഈ പൊടികൾ വറുത്തിട്ട് അതിലേക്ക് ഒരു ആവശ്യത്തിന് തേങ്ങ 1-2 പിടി തേങ്ങയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പൊടികളും ചേർത്ത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ചേർക്കാം, കറിയിൽ ചേർക്കാം. അപ്പോൾ ഈ പരിപ്പ് ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. ഒരു കുറുക്കുമൊക്കെ കറിക്ക് കിട്ടും. അപ്പം ഞാൻ പുളിങ്കറി വെച്ച് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തേക്ക് വേണ്ടത് ഒരു കോവയ്ക്ക തോരനാണ്. കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത് കണ്ടോ, ചെറിയ പീസുകളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള കുത്തി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കോവയ്ക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവുന്ന സമയം കൊണ്ട് ഞാൻ ഒരല്പം പച്ചത്തേങ്ങ ചുരണ്ടിക്കൊണ്ട് വരാവേ. പച്ചത്തേങ്ങ ചുരണ്ടിയ സമയം കൊണ്ട് നമ്മുടെ കോവയ്ക്ക പകുതി വേവായിട്ടുണ്ട്. ഒരു കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചത്തേങ്ങ, പച്ചത്തേങ്ങായി വിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം.
ഇതൊക്കെ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന കറികളാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ കോവലൊക്കെ ഉണ്ടെങ്കിൽ, കോവലും പപ്പായയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിക്കൊന്നും മീനൊന്നും കിട്ടാത്ത സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കറിയാക്കാം. ഉണ്ടാവും. തോരനും റെഡി. ഒരു ഇച്ചിരി അല്പം വെള്ളം കൂടി വറ്റാനുണ്ട്. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ നമ്മളിതൊന്ന് നല്ലോണം തൂർത്തി എടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള ചോറ് ഞാനിവിടെ വിളമ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പപ്പായ പരിപ്പ് ചേർത്ത പുളിങ്കറിയും കോവയ്ക്ക തോരനും ചേർത്താണ് ഇന്നത്തെ ഊണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.